നമ്മൾ നേരെ ഇനി ഇറാനിലേക്ക് പോകുന്നതാണ്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അപ്പാടെ തന്നെ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ നിലവിൽ നിൽക്കുകയാണ്. നമ്മൾ ആ വാർത്തയിലേക്ക് കിടക്കുകയാണ്. ഇറാന്റെ ആണവശേഷി നശിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദവും ഖമനേയി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീരുമാനം എന്താകണമെന്ന് നിശ്ചയിച്ചുള്ള ചർച്ചകൾ പ്രഹസനമാണ്, അത് അടിച്ചേൽപ്പിക്കലും ഭീഷണിയുമാണെന്നും ഇറാൻ പരമോന്നത നേതാവ് അറിയിച്ചു. അഭിലാഷിലേക്ക് തന്നെയാണ് പോകുന്നത്. അഭിലാഷ്, ഇറാൻ വ്യക്തമാക്കി അല്ലേ? അതെ, അതായത് ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ച നടക്കുന്നത് കഴിഞ്ഞ ജൂണിൽ ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പരോക്ഷമായിട്ടാണ് രണ്ട് നേതാക്കളും, അമേരിക്കയിലെയും ഇറാൻ്റെ നേതാക്കൾ കൃത്യമായി ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നുള്ള ചർച്ചകളൊന്നും ആയിരുന്നില്ല. പരോക്ഷമായിട്ടുള്ള ചർച്ചകളായിരുന്നു. 5 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. അതായത് ഇറാനിലെ യുറാനിയം സമ്പുഷ്ടീകരണം, അത് വലിയ രീതിയിൽ അവർ ആണവ ബോംബുണ്ടാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതൊക്കെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ഒരു ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ യുറാനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇടപെട്ട ഒരു ചർച്ചകൾ നടക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൽ ആണവ കേന്ദ്രങ്ങളുള്ളത്, അല്ലെങ്കിൽ അവരുടെ യുറാനിയം സമ്പുഷ്ടീകരണം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ്. കാരണം ഇറാൻ ഒന്നും മനസ്സ് വിചാരിച്ചാൽ അവർക്ക് ഇസ്രായേലിനെ തകർക്കാൻ കഴിയുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് കഴിഞ്ഞ ജൂണിൽ 5 റൗണ്ട് ചർച്ചകൾ നടക്കുന്നതും. എന്നാൽ 6ാം റൗണ്ട് ചർച്ചകൾ നടക്കാനിരിക്കെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്നതും, B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ മാത്രം കയ്യിലുള്ള ഈ B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി നശിപ്പിച്ചു എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അലി ഖമനേയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അമേരിക്കയ്ക്ക് സ്വപ്നം കാണാം, ആ സ്വപ്നം പറയാം, പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാണെന്ന് കരുതരുത് എന്നുള്ളതാണ് അലി ഖമനേയി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കുഴപ്പവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് അലി ഖമനേയി കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അമേരിക്കയുമായി ചർച്ചയുടെ അവസാനം എന്താകണമെന്ന് അമേരിക്ക നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കൺക്ലൂഷനുമായിട്ട് വന്ന ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അലി ഖമനേയി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ വീണ്ടും ആണവ ബോംബുകൾ അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പല രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും 2015 എടുത്തു കളഞ്ഞ സാങ്ഷൻസ്, ഉപരോധങ്ങൾ ഇറാനെതിരെ വീണ്ടും യുഎനിൽ കൊണ്ടുവന്ന് ഇറാനുമേലെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായി ചേർന്നുകൊണ്ട് ഇറാൻ കൂടുതൽ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക വീണ്ടും ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. തന്നെയാണ് സാഹചര്യം. അങ്ങനെ അപ്പാടത്തുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓരോ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് ആയത്തുള്ള അലി ഖമനേയി രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് എന്തായാലും ചർച്ചയ്ക്ക് മുമ്പ് തന്നെ എന്താണ് അവസാനം ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള അമേരിക്കയുടെ ഒരു മുൻകൂർ ധാരണയുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്കയ്ക്ക് സ്വപ്നം കാണാം, അമേരിക്കയ്ക്ക് എന്ത് വേണമെങ്കിലും ചിന്തിച്ചു കൂട്ടാം, അവർക്ക് ആഗ്രഹിക്കാം, പക്ഷെ അതൊന്നും നടപ്പിലാവണമെന്ന ആവശ്യം ഉണ്ടാകില്ല എന്നുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വളരെ അധികം ചർച്ചയാകുന്നത്. ഇറാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.